അപ്പോൾ ഈ കെത്താസിസ് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വിചാരിച്ചാൽ, നമ്മുടെ പരിണാമത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് മനുഷ്യൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ ഗ്രൂപ്പായി താമസിക്കുമ്പോൾ പലതരം വികാരങ്ങൾ, ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടി വരും. എന്തിനു കാരണം വെച്ചാൽ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, സർവൈവലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരും. അത് ദേഷ്യത്തിൻ്റെ രൂപത്തിലേക്ക് പുറത്ത് വരും, പരസ്പരം സംഘർഷം ഉണ്ടാവും. അപ്പോൾ ഈ സംഘർഷത്തിൽ ഈ ഷൗട്ടിങ്ങിൽ മാത്രം നിൽക്കാൻ, അതായത് അടിപിടിക്ക് പോകാതെ ദേഹോദ്രവം ഏൽപ്പിക്കാത്ത രീതിയിൽ ഇത് നിൽക്കണമെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ പുറത്തു വരുന്നത് ആവശ്യമായിരുന്നു. അത് അതിജീവനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ദേഷ്യങ്ങൾ, സങ്കടങ്ങൾ ഇവർ പുറത്ത് കാണിക്കണം. കുറേ ആയിട്ട് ഇങ്ങനെ ക്ഷമിച്ച് നടക്കുകയായിരിക്കും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫാമിലിയുടെ ബാലൻസ് താളം മറിയും. അതൊക്കെ അറിയുന്നതുകൊണ്ട് ബുദ്ധിമാരായ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി അവർ വർക്കൗട്ട് യൂട്ടിലൈസ് ചെയ്യും. ചിലപ്പോൾ ജിമ്മിന് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. ചിലപ്പോൾ നന്നായി ഓടുന്നവരായിരിക്കും, നല്ല സ്പീഡിൽ ഓടി ആ ദേഷ്യം തീർക്കും. നന്നായി നീന്തുന്നവരായിരിക്കും, നീന്തി തീർക്കും. അതായത് എങ്ങനെയാണോ മനുഷ്യൻ്റെ ഈ എനർജി നമ്മൾ ഉപയോഗിച്ച് അവിടെ നാശങ്ങൾ വരാതിരിക്കുന്ന പാകത്തിന് ബുദ്ധിമാന്മാർ അത് യൂട്ടിലൈസ് ചെയ്യും.